ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. വിപിൻ. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് തിരുനെല്ലി ക്ഷേത്രം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വയനാടൻ വീഡിയോ ഇല്ലേ, അത് തിരുനെല്ലി ക്ഷേത്രം വരെ വെച്ച് നിർത്തി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ട് ഈ വീഡിയോ. നമ്മളെ വയനാട്ടിൽ വന്നാലേ വയനാട്ടിൽ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വ്ളോഗ്. ഇതിൻ്റെ ഭാഗമായിട്ട് 2-3 വയനാട് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പറ്റിങ്ങി ഒന്ന് പോയി കാണാം. വയനാട് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഉപകരിക്കും, ഒന്ന് കറങ്ങിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ പോണ വഴിയുണ്ടല്ലോ, അത് തിരുനെല്ലി അമ്പലത്തിലാണ് തോൽപ്പെട്ടി കട്ടയണ റൂട്ടാണ്. സാധാരണ നമ്മളെ തിരുനെല്ലി അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വന്ന വഴിക്ക് തന്നെയാണ് തിരിച്ച് പോവാറ്. അപ്പോൾ ഒരു വ്യത്യസ്തമായ റൂട്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ, അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ആപ്പിനിട്ടാ. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വേറൊരു ആപ്പിൽ കൂടി തന്നെ എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് അതിലൂടെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ സ്റ്റക്കാണ്. അപ്പോൾ ഈ ആപ്പ് പുതിയൊരു ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മളെ തിരുനെല്ലി അമ്പലത്തിനോടേക്ക് പോകണമെങ്കിൽ അപ്പോൾ അതൊക്കെ കണ്ട് തിരിച്ച് വരണമെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ റൂട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടല്ല, കുറച്ചങ്ങോട്ട് വരുമ്പോൾ തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോന്ന് വരുമ്പോൾ ലെഫ്റ്റ് ഫസ്റ്റ് റോഡ് കിട്ടും. ആ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് അപ്പപ്പാറ എന്നാണ്. അപ്പോൾ ആ ലെഫ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഹോട്ടൽ കാണാം. അതെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ ഹോട്ടൽ. അപ്പോൾ ആ റോഡാണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി വ്യക്തമാവും. അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് പോണ റോഡെടുത്ത് പോന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ നല്ല സ്ഥലങ്ങൾ കാണാം. അതായത് കുറേ പാടശേഖരങ്ങളാണ് ഇപ്പോൾ ഈ വഴിക്ക് കിട്ടുക കേട്ടോ. നല്ല വയനാട്ടിലെ കുറേ പാടശേഖരങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ ആ വഴിക്ക് അത്യാവശ്യം വീടുകളുണ്ട്. പിന്നെ അതിനിടയ്ക്ക് കുറേ ട്രൈബൽസ് താമസിക്കുന്ന വീടുകൾ നമുക്ക് ഈ വഴിക്ക് വരുമ്പോൾ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ തിരുനെല്ലിക്ക് വരുന്ന റൂട്ടാണെങ്കിൽ ശരിക്കും കാടാണ്. അപ്പോൾ ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തം. കുറച്ച് കാടുമുണ്ട്, എന്നാൽ കുറേ പാടശേഖരങ്ങളും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭാഗങ്ങളാണ് ഇവിടെ ഈ ഭാഗങ്ങൾ കൂടുതൽ. നമുക്കിപ്പോൾ എന്തെങ്കിലും മെച്ചെന്ന് വെച്ചിട്ടുണ്ടല്ലോ, തിരുനെല്ലി അമ്പലമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഈ വ്യത്യസ്തമായ റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോൽപ്പെട്ടി സഫാരിയൊക്കെ നടക്കൂലേ, അപ്പോൾ അവിടേക്ക് എത്താം. ഈ ഭാഗം ഈ വഴിക്ക് പോയാൽ തിരുനെല്ലി അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് വരുമ്പോഴേ തോൽപ്പെട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന വഴിയാണെങ്കിൽ കുറേയൊക്കെ വളഞ്ഞ് കാട്ടിക്കൂടെ വളഞ്ഞിരിഞ്ഞ് ആ വഴിക്ക് എത്തണം. ഇതാകുമ്പോൾ ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഈ വഴി കണ്ട് നമുക്ക് സഫാരി കാണാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, തോൽപ്പെട്ടിക്ക് എത്താം. അതുപോലെ ഈ റൂട്ടും നല്ല റോഡാണ് കേട്ടോ, കുഴപ്പമില്ല. നോക്കിയാൽ ഈ പോണ റൂട്ട് കണ്ട അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. ഈ പോണ വഴി കണ്ട സൈഡിലൊക്കെ കുറച്ച് ട്രൈബൽസിൻ്റെ ഒക്കെ വീടുകൾ ഞാൻ കുറച്ച് കണ്ടു കേട്ടോ. പിന്നെ അതേ നോക്കിയാൽ ഇതിവിടെ കാപ്പിത്തോട്ടങ്ങൾ, കുറേ കാപ്പിത്തോട്ടങ്ങൾ നമുക്ക് കാണാം. ഈ പച്ച വേലി കെട്ടിയതിൻ്റെ അപ്പുറത്ത് കാപ്പിത്തോട്ടങ്ങളാണ് ഇതേ. പിന്നെ കുറച്ച് കാട്, ഇടഭാഗം പിന്നെയും കാട് വരും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വീടുകൾ, പിന്നെ കാട്, അങ്ങനത്തെ വ്യത്യസ്തമാകും. ഇവിടെയൊക്കെ ഫെൻസിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന ഭാഗമാണ്. ഇത്തിരി വന്യമൃഗങ്ങൾ ശരിക്കുള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗം കുറേ കാടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തോൽപ്പെട്ടിക്ക് എത്താറായിട്ട്, അപ്പോൾ തോൽപ്പെട്ടിക്ക് എത്തുമ്പോൾ വീണ്ടും കാട് തുടങ്ങും. അപ്പോൾ ഈ കാടുകൾക്കിടയിലും കാപ്പി കൃഷി ഉണ്ട് കേട്ടോ. കാടെന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള കാടല്ല, നല്ല ഭംഗിയുള്ള ഇടതൂർന്ന കാടുകൾ. പിന്നെ നമുക്ക് ഈ റൂട്ടിൽ അങ്ങനെ മൃഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അങ്ങനെ ഈ ഭംഗിയുള്ള റൂട്ട് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് തോൽപ്പെട്ടി കുട്ട റോഡിലേക്കാണ്. അപ്പോൾ തോൽപ്പെട്ടി റോഡെത്തി. അപ്പോൾ ഈ റോഡാണ് തോൽപ്പെട്ടിക്ക് നിന്ന് നമ്മൾ കുട്ടാക്കി പോണ വഴി. അപ്പോൾ ആ റൂട്ടാണ് അത്. ഈ റോഡ് കുറച്ചും കൂടി വലിയ റോഡാണ്, വലിയ വീതിയേറിയ റബ്ബറൈസ് റോഡ്, തോൽപ്പെട്ടി റോഡ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ടിൽ നിന്ന് ഇപ്പോൾ പുതിയ റൂട്ടിൽ കടന്നല്ലോ. അപ്പോൾ റൂട്ടിൽ കടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടലിക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കൂടലിക്ക് പോകുമ്പോൾ അവിടെ ഒരു സഫാരി ഗേറ്റ് ഉണ്ട് കർണാടകയ്ക്ക്. നമ്മൾ കടന്നു കഴിഞ്ഞാൽ കർണാടകയ്ക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ സഫാരി ഗേറ്റ് ഉണ്ട്. വേറെ കബനി കൂടാണ്ട് 2-3 ഉണ്ട്. അതിലൊരു സഫാരി ഗേറ്റ് ആ വഴിക്കുണ്ട്. പിന്നെ നമ്മളുടെ തോൽപ്പെട്ടിക്ക് എത്താറായിട്ടാണ്. തോൽപ്പെട്ടി സഫാരിക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കണ്ടില്ല. ഞാൻ പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേ ഇങ്ങനത്തെ പൈസ ലാക്കിയുള്ള ഇതൊന്നും എടുക്കാറില്ല. നമുക്ക് അതിനുള്ള ബഡ്ജറ്റില്ല.
നമ്മളിപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഉള്ള വഴിക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങും. അതുപോലെ മുത്തങ്ങ സഫാരിക്കും പോയിട്ടുണ്ട്. ഒക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതന്നെ. പിന്നെയൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ കറക്കും. സഫാരിക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ കൂടുതൽ മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റിയേക്കാം. അപ്പോൾ ദേ തോൽപ്പെട്ടി സഫാരി എടുക്കുന്ന ഭാഗം ഉണ്ടാകും. ദേ ഈ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ തോൽപ്പെട്ടി എത്തി. തോൽപ്പെട്ടി സഫാരിക്ക് ഞാനന്ന് പോയപ്പോഴേ ഒരാൾക്ക് ഒരു 300-400 റുപ്യ വരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ പോയിട്ട് ഒരു 2-3 കൊല്ലമായി. ദേ നമ്മൾ പോണ വഴി കിട്ടിയണ്ട മാനോളൊക്കെ കണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അന്നത്തെ സഫാരിക്ക് പോയപ്പോഴും കിട്ടിയത്. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. സഫാരിക്ക് പോകുമ്പോൾ ചിലപ്പോൾ കിട്ടിയായിരിക്കും, അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കാശും പോകും. പിന്നെ നമ്മൾ ഈ തോൽപ്പെട്ടിയോട് ചേർന്നിട്ട് നമുക്ക് ഒരു റിസോർട്ട് കിട്ടി കേട്ടോ. നല്ല ഒരു ചുരുങ്ങിയ ചിലവിൽ കിട്ടി. അന്ന് ചെറിയൊരു പൈസക്ക് കിട്ടിയാൽ എടുത്താണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഞാൻ താമസിക്കില്ല. നമുക്ക് എടുക്കാൻ ജസ്റ്റ് ഒരു റൂം, തിരക്കടില്ലാത്ത റൂം അത്രേ നോക്കാറുള്ളൂ. നല്ലൊരു ചിലവ് കുറഞ്ഞല്ലേ. അപ്പോൾ ഇത് നല്ലൊരു ഇതിൽ കിട്ടിയപ്പോൾ അന്ന് എടുത്താണ്. അപ്പോൾ ഈ സൈഡ് കണ്ട ഒരു റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ആ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ബിൽഡിംഗ് ആണ് കേട്ടോ. അത് നമ്മുടെ തോൽപ്പെട്ടി സഫാരിയോട് കുറച്ചങ്ങോട്ട് അടുത്താണ്. നമ്മളിപ്പോൾ ഇങ്ങനെ തോൽപ്പെട്ടി സഫാരി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഇങ്ങോട്ട് കാണാം. അതായത് നമ്മളിപ്പോൾ പോണത് കാട്ടിക്കുളത്തേക്കാണ് പോണത്. കാട്ടിക്കുളം എന്ന് പറയുമ്പോൾ വീണ്ടും കേരളത്തിലേക്ക് തന്നെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കർണാടക. നേരത്തെ പറഞ്ഞല്ലോ, കാരണം കുടകൊക്കെ പോണ വഴിയില്ലേ. അപ്പോൾ നമ്മൾ തോൽപ്പെട്ടി കഴിഞ്ഞ് കാട്ടിക്കുളത്തേക്ക് പോകുമ്പോൾ കുറേയൊക്കെ നല്ല ഫോറസ്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ലോണം മൃഗങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഈ വഴിക്കൊക്കെ നല്ലോണം മൃഗങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. നല്ല വീതിയുള്ള വലിയ റോഡാട്ടോ കാടിന് അടിക്കൂടെ. അത് നല്ല ഭംഗിയുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ നല്ല വലിയ റോഡുണ്ട്. ഇവിടെ നല്ലൊരു പാലുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നല്ല കാട് തന്നെ. അപ്പോൾ ഇങ്ങനെ ഈ വഴിക്ക് പോയാൽ നല്ല കാഴ്ചകൾ കാണാം. നല്ല റബ്ബറൈസർ റോഡാണ്. ഈ സമയത്ത് അത്യാവശ്യം ഒരു ഇരുട്ട് വീണ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങൾ കാണാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ആ നേരത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാര്യമാണ്. പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടികളൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ അങ്ങനെ പേടി നമുക്ക് തോന്നില്ല. റോഡിനൊക്കെ നല്ല വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് ആനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ പോകാം. അത്യാവശ്യം വീതി ഉണ്ടല്ലോ, വേണമെങ്കിൽ വളച്ച് പോവുകയും ചെയ്യാം. മുന്നിലൊക്കെ നിൽക്കണമെങ്കിൽ ഇപ്പോൾ വേറെ വഴിക്കൊക്കെ തിരിയാം. ഇപ്പോൾ തോൽപ്പെട്ടി അപ്പുറത്ത് തിരുനെല്ലി വേറൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ പോയിട്ട് രണ്ടായി തിരിയണ്ട. റോഡ് അങ്ങോട്ട് റൈറ്റിലേക്ക് പോകണണ്ട. അതാണ് തിരുനെല്ലി അമ്പലത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വഴി. തിരുനെല്ലി അമ്പലത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോകും. ഇപ്പോൾ നമ്മൾ എന്നിട്ട് ആ വളഞ്ഞ് ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മൾ പുതിയൊരു വഴിക്ക് വന്ന് ഇങ്ങനെ തോൽപ്പെട്ടി കറങ്ങി കൂടി വന്നു. അപ്പോൾ ഇവിടേക്ക് എത്തി. അപ്പോൾ അവിടെ അപ്പുറത്തുകളാണ് ഉണ്ണിയപ്പൊക്കെ വിൽക്കുന്നത് ഫേമസ് ആയ കട. യൂട്യൂബിലൊക്കെ കുറേ കാണാം ആ കട. അപ്പോൾ ആ ഭാഗത്തെത്തി. ഇനി അവിടെ നിന്ന് നമ്മൾ വീണ്ടും കാട്ടിക്കുളത്തേക്ക്. അപ്പോൾ ആ ഭാഗവും നല്ല റോഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ തിരുനെല്ലി വയനാട് നമ്മൾ താമരശ്ശേരി ചുരം തൊട്ട് ഇങ്ങനെ കയറി വന്ന് തിരുനെല്ലി കാട്ടിക്കുളം മാനന്തവാടി കറങ്ങി വന്ന് തിരുനെല്ലി അമ്പലം കഴിഞ്ഞ് ശരിക്കൊരു കറക്കം തന്നെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയനാടിൻ്റെ ഒരു ഫുൾ വഴികൾ നമ്മൾ വയനാട് വ്ളോഗുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോഴൊക്കെ കറങ്ങാൻ നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഓരോ വീഡിയോ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വയനാട് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് നമ്മൾ താമരശ്ശേരി തൊട്ട് ഹട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് മാറ്റി ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വഴി ഇങ്ങനെ കറങ്ങി ഒരു കറക്കത്തിൻ്റെ ലെവലിൽ നമുക്ക് കൊണ്ടുപോകേണ്ട നമ്മൾ വീഡിയോകൾ. അപ്പോൾ ശരിക്ക് വീഡിയോകളൊക്കെ നമുക്ക് മുന്നിട്ടത് വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വഴികളിങ്ങനെ നമുക്ക് അറിഞ്ഞു പോകാം. ഇത് നമ്മളിപ്പോൾ ഈ പോണ വഴി ബാവലി റൂട്ട് കേട്ടോ. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ എടുത്തില്ല. അതൊക്കെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാട്ടിക്കുളം വരെ. അപ്പോൾ അത് കാരണം എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കാട്ടിക്കുളം എത്തിയിട്ട് അവിടെ നിന്ന് ബാവലി റൂട്ട്. നമുക്കിവിടെ തിരുനെല്ലി റോഡ് കൊണ്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീ റോഡ് കിട്ടും. അത് ഒന്ന് മാനന്തവാടി പോണ വഴിയാണ്. അതിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ ബാവലി റൂട്ട് പിടിക്കാം നമുക്ക്. ബാവലി റൂട്ട് മനോഹരമായിട്ട് ഒന്നും പറയണ്ട, അടിപൊളി റൂട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടോ നല്ല ഇതിലും മറ്റ് നമ്മൾ കണ്ടേക്കാളും സൂപ്പർ കാടാണ് ഇവിടുത്തെ. നല്ല കുറച്ചും കൂടി വീതിയും നല്ല ഭയങ്കര ഹൈവേ, കാടിനുള്ളിൽ കൂടെ നല്ല വലിയ ഹൈവേ. അതുപോലെ കാടും കാണാൻ നല്ല രസമാണ് കാണാൻ. അപ്പോൾ വളഞ്ഞ് തിരിഞ്ഞിങ്ങനെ ഈ ഹൈവേ പോകണതാണ് നല്ല രസമാണ്. ഡ്രൈവ് അതിനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ബാവലി പോണത് നമുക്ക് നല്ലൊരു കറക്കത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ വഴിക്ക് പോകുമ്പോൾ നല്ല കാടുകൾ, നല്ല ഭംഗിയുള്ള സ്ഥലം, അതുപോലെ തന്നെ മൃഗങ്ങൾ കാണാൻ നല്ല ചാൻസുള്ള ഭാഗം കണ്ടാലറിയാം. നല്ല മൃഗങ്ങളുള്ള ഭാഗങ്ങൾ കണ്ടറിയാം. അങ്ങനെ അടിപൊളി റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഇതുപോലെ ചെക്ക് പോസ്റ്റ് കിട്ടും. ബാവലി ചെക്ക് പോസ്റ്റ്. ഇതിനപ്പുറത്ത് കർണാടകയാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി തിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തേക്ക് കടക്കണില്ല. എന്നിട്ട് ഞാനൊരു കറക്കം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. വണ്ടി തിരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചെക്ക് പോസ്റ്റ് കടന്ന് കർണാടക കടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കബനി സഫാരി കയറ്റൊക്കെയില്ലേ പ്രസിദ്ധമായ, അപ്പോൾ അതൊക്കെ അവിടെയൊന്നും തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല കറക്റ്റായിട്ട്, ഞാൻ അതിൽ പോയിട്ടില്ല. ഞാനിവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു, പക്ഷെ അവർക്കൊന്നും വ്യക്തമായി അറിയില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് എൻ്റെ ഒരു വിചാരം. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിച്ചിപ്പോൾ നമ്മളെ മനോഹരമായ റോഡ് എന്ന് പറഞ്ഞില്ലേ, ബാവലിക്കുള്ള നല്ല റോഡ് കാണിച്ചില്ലേ. അപ്പോൾ ആ റോട്ടിൽ കൂടെ തന്നെ തിരിച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു വഴി, അത്ര വലിപ്പമുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ കൂടെ, അതായത് ചേകാടി റൂട്ടിനത് ലെഫ്റ്റ് കിട്ടും, ലെഫ്റ്റ് റോഡ്. ആ റോഡ് പിടിക്കുക. റോഡ് കടക്കുമ്പോൾ തന്നെ ഇത്തിരി കൊണ്ടുപോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു അത്യാവശ്യം വീതി കുറഞ്ഞ റോഡാണ്. അതാണ് ഈ ചേകാടി പോണ വഴി. അപ്പോൾ നമ്മൾ ഈ ചേകാടി റൂട്ട് ഇട്ടാ, ചേകാടി റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം സൈഡിൽ കുറച്ച് കാടുകളുണ്ട്, പിന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ജനങ്ങളുള്ള ഭാഗമാണ് ഈ വഴിക്ക്. കാടുകൾ ഇത്തിരി കുറവാണ്. ഇപ്പോൾ ഈ വഴിക്ക് നമുക്ക് പോകുമ്പോഴേ ഒരു സുഖുവേട്ടൻ്റെ ചായക്കട നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അയാളെ പേര് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. കാട്ടിൽ ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ ഒരു ചായക്കട നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഈ വഴിക്ക് നമുക്ക് പോകുമ്പോൾ കിട്ടും. അപ്പോൾ ഇത് എവിടെ വണ്ടികൾ കിടക്കണില്ലേ, അപ്പോൾ നമുക്ക് അവിടെ കട, സുഖുവേട്ടൻ്റെ കട. പിന്നെ ചേകാടി റൂട്ട് ഞാൻ ആദ്യമായിട്ട് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രത്യേകിച്ച് വലിയ കാടുകളൊന്നുമില്ല. അത് നമുക്ക് വരുമ്പോൾ വ്യത്യസ്തമായ വഴി, കുറച്ച് കാടുകളും ഇങ്ങനെ മിക്സായിട്ട് കുറച്ച് ജനസഞ്ചാരങ്ങളുള്ള ജനങ്ങൾക്കുള്ള ഭാഗം. അപ്പം അങ്ങനെ ഒരു ഇത് വ്യത്യസ്ത കുറച്ച് ഇതുപോലത്തെ കാപ്പിത്തോട്ടങ്ങൾ കാണണം. അങ്ങനെ എല്ലാം കൂടിയിട്ടൊരു ഇത് ഫുൾ കാടല്ല. അപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വ്യത്യസ്ത നമുക്ക് കിട്ടും. എപ്പോഴും കാട് കണ്ടാൽ നമുക്ക് ബോറടിക്കില്ല. കുറച്ച് ആൾക്കാരും ഇടയ്ക്ക് കടകളും അങ്ങനെ കുറേ കാപ്പിത്തോട്ടം കൃഷി കണ്ടാലേ നമുക്ക് രസമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കാപ്പിത്തോട്ടം കണ്ടപ്പോൾ ഒന്ന് മൊബൈലിൽ മുഖം കാണിക്കാമെന്ന് വെച്ച്. എന്ത് തൊട്ടായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കാപ്പിത്തൊട്ടായാലും. കാരണം വെച്ചാൽ മൃഗങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമ്മളൊന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് നമ്മളൊന്ന് പാർക്ക് ചെയ്യാൻ പാടുള്ളൂ വണ്ടിയൊക്കെ. അപ്പോൾ നമ്മൾ ഈ ചേകാടി റൂട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കുറുവാദ്വീപില്ലേ. അപ്പോൾ കുറുവാദ്വീപൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറുവാദ്വീപിക്ക് പോകണ നെയിം ബോർഡൊക്കെ കാണാം. അപ്പോൾ കുറുവാദ്വീപിക്ക് കിടക്കണം, നിങ്ങൾക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കോളേജ് ഇവിടെ നിർത്തിയിട്ട് ഒന്ന് കട്ടൻ അടിക്കാമെന്ന് വെച്ച് കട്ടൻ ചായയൊക്കെ നമ്മൾ ഫ്ലാസ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്നല്ല, ഇതിപ്പോൾ നമ്മൾ പോകുന്ന ടൈം ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ ആ ടൈമിൽ വണ്ടി അവിടെ നിർത്തി ഒന്ന് കട്ടൻ അടിച്ചത്. ഇപ്പോൾ ഒരു കാപ്പിക്കുരു കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തു. വയനാട് വന്നപ്പോൾ കാപ്പിയൊക്കെ എടുക്കണത് നല്ല രസമല്ല. കാപ്പിക്കുരു, കാപ്പിയാണ് ഇവിടുത്തെ മെയിൻ. ഉണ്ട് തേയിലുണ്ട്. ഇത് നമ്മളിപ്പോൾ കുറുവാദ്വീപിലേക്കൊന്നും പോകണില്ല, നമ്മളവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പിന്നെയും ഇങ്ങോട്ട് പോകുന്നു. അത് നമ്മൾ കാട്ടിക്കുളത്തേക്ക് തന്നെ വീണ്ടും എത്തും. അപ്പോൾ ഇതിവിടെ ഒരു ഏറുമാടം കെട്ടി വീണ്ടും നല്ലൊരു തിക്ക് ഫോറസ്റ്റ് കിട്ടുന്നുണ്ടാകും നമുക്ക് ആ വഴിക്ക് വരുമ്പോൾ. നല്ല ഫോറസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വലിയൊരു കാട്ടുപോത്തിനെ കിട്ടും. ഇപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റത്തെ ഇപ്പോൾ വീഡിയോ കഴിയുമ്പോൾ കാണാം കേട്ടോ. അതുപോലെ നല്ല മൃഗങ്ങൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പോണതൊക്കെ ട്രൈബൽസ് ഉണ്ട് കേട്ടോ. അവർ ഇവിടെ പണിക്ക് കഴിഞ്ഞിട്ട് പോണവരൊക്കെ ട്രൈബൽസ്. 5 മണിയൊക്കെ ആയില്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നേരത്തെ പറഞ്ഞില്ലേ പുതിയൊരു ആപ്പിൽ കൂടെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറയണം. പിന്നെ അത് ആപ്പ് നല്ല ആപ്പാണ്, ഞാനത് പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ പുതിയ സാങ്കേതിക അതൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ ആപ്പിൽ കൂടി നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തകരാറുള്ള ആദ്യമേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പോയി റൂട്ട് എത്തുന്നത് കാട്ടിക്കുളത്തേക്ക്. നമ്മൾ കാട്ടിക്കുളത്തേക്ക് നേരത്തെ എത്തിയത്, അതായത് തിരുനെല്ലിയിൽ വന്ന് കാട്ടിക്കുളം വന്നു. കാട്ടിക്കുളം ബാവലി മെയിൻ റോട്ടിക്ക്. അപ്പോൾ അവിടെ നിന്ന് കാട്ടിക്കുളത്ത് നമ്മൾ ബാവലി ചുറ്റിക്കറങ്ങി ചേകാടി ചുറ്റിയിട്ട് വീണ്ടും ഈ റോഡ് വന്നത് കാട്ടിക്കുളത്തേക്ക് എത്തും. ഇത് നമ്മൾ കാട്ടിക്കുളത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാനന്തവാടി, നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന കോഴിക്കോട് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ എവിടേക്ക് വേണമെങ്കിൽ ആ വഴിക്ക് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പാസ് ചെയ്യാം. അതായത് കാട്ടിക്കുളം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നല്ല റോഡാണ്, മെയിൻ റോഡ്. അത് നമുക്ക് മാനന്തവാടി എത്തും. മാനന്തവാടിയിൽ നിന്ന് നേരെ നമ്മുടെ ബത്തേരി, കൽപ്പറ്റ, വൈത്തിരി, താമരശ്ശേരി ചുരം മെയിൻ റോഡുണ്ടല്ലോ. അപ്പോൾ ആ റോട്ടിലേക്ക് എത്തി എങ്ങോട്ട് വെച്ചാൽ നമുക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഈ പോണ റൂട്ട് ഇത്തിരി ഇതാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് റോഡിന് ഇത്തിരി വീതി കുറവും അത്യാവശ്യം നല്ല തിക്ക് കാടുമാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നും. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ ചെന്നും മുട്ടും നേരത്തെ പറഞ്ഞില്ലേ, അത് ഒരു റോഡിലേക്ക് മുട്ടും. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാട്ടിക്കുളം നേരത്തെ പറഞ്ഞ വിട്ടാൽ നമ്മൾ മാനന്തവാടി റൂട്ട് ബത്തേരിക്ക് കിടക്കാം. റൈറ്റ് വീണ്ടും ബാവലിക്ക് തന്നെ പോയിട്ട് നമുക്ക് കർണാടകയ്ക്ക് കിടക്കാം.
നോക്കിയേ ഒരാൾ കടകൾ നോക്കിയേ ഉണ്ടാ നോക്ക് വലിയൊരു കാട്ടുപോത്ത് നല്ല സൈസുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വഴികളുണ്ടല്ലോ ആ വഴിക്ക് നമ്മൾ തിരിച്ചെത്തണം. അപ്പോൾ നേരത്തെ ഭാഗങ്ങൾ കാണിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറക്കത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ യാത്രാപടികൾക്ക് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ യാത്രകളെ കുറിച്ച് യാത്രാ വിവരണം അതുപോലെ വിവരങ്ങൾ വഴികളും കാര്യങ്ങളും ഓരോ സ്ഥലങ്ങളൊക്കെ അറിയുവാനും നിങ്ങൾ ഒന്ന് ശിവസ്മൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. നമ്മളടുത്ത വീഡിയോ വരുന്നത് ഇവിടെ ഞങ്ങളുടെ പിന്നീടുള്ള വഴികളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറേയൊക്കെ ഐഡിയ കിട്ടും. വയനാടിന് മൊത്തം ഒന്ന് കറക്കാം. അപ്പോൾ ആ വഴികളാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. ബത്തേരി, മാനന്തവാടി, അങ്ങനെ മുത്തങ്ങ, അങ്ങനെ മൊത്തം ഒന്ന് കറങ്ങി. അപ്പോൾ അടുത്ത റൂട്ടുള്ളതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓക്കെ ട്ടാ.